ഇനി നമ്മൾ മൊഡ്യൂൾ 3ലേക്ക് കടക്കുകയാണ്. മൊഡ്യൂൾ 3 ഇസ് ഡീലിംഗ് വിത്ത് അറേസ്. അപ്പം എറേ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എൻ എറേ, ഡെഫിനിഷൻ ഓഫ് എൻ എറേ, അണ്ടർസ്റ്റാൻഡിങ് ദ ഡെഫിനിഷൻ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു വൺ ഡയമെൻഷണൽ എറേ. വാട്ട് ഈസ് എൻ എറേ? ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, എൻ എറേ ഈസ് എ ഡാറ്റ സ്ട്രക്ചർ കണ്ടെയ്നിങ് എ നമ്പർ ഓഫ് ഡാറ്റ വാല്യൂസ്. ഒരുപാട് ഡാറ്റ വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അതിലുള്ള എല്ലാ വാല്യൂസും ഒരേ ടൈപ്പ് വാല്യൂസ് ആയിരിക്കും. അതാണ് ആ ഡെഫിനിഷൻ. ബ്രാക്കറ്റിലുള്ളത് കാണാം, ഓൾ ഓഫ് വിച്ച് ആർ ഓഫ് സെയിം ടൈപ്പ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അപ്പോൾ നമുക്ക് ഇതിലെ ഓരോ പാർട്ടായിട്ട് കാണാം. ഇറ്റ്സ് എ ഡാറ്റ സ്ട്രക്ചർ, റൈറ്റ്? അപ്പോൾ എന്താണ് ഡാറ്റ സ്ട്രക്ചർ? വാട്ട് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ? Data structure is nothing but it's a way of organizing and storing data in the memory. നമുക്ക് മെമ്മറിയിൽ ഡാറ്റ ഓർഗനൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഡാറ്റ സ്ട്രക്ചർ എന്നൊരു നമ്മളൊരു ഫോർമാറ്റ്, ഒരു ഫോർമാറ്റിൽ ഡാറ്റ നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ഡാറ്റ സ്ട്രക്ചർ ആവശ്യമാണ്. അപ്പോൾ ഒരുപാട് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ അടുത്ത സെമ്മിൽ ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തന്നെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അറേ അതുപോലെ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. അതായത് ഇറ്റ് വിൽ ഹെൽപ്പ് us ടു ഓർഗനൈസ് ഡാറ്റ ടു സ്യൂട്ട് എ സ്പെസിഫിക് പർപ്പസ്. ഇപ്പം ഓരോ ആപ്ലിക്കേഷനും ആവശ്യമായ രീതിയിൽ നമ്മളിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും നമ്മൾ ഒരുപാട് പ്രോഗ്രാംസൊക്കെ എഴുതും. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ ചെയ്യാൻ ഇന്ന ഡാറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുക എന്ന് നമുക്ക് നമ്മൾ ആവശ്യാനുസരണം ഓരോ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യും. ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പം നമ്മൾ ഒരു റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പം നമ്മൾ പൊതുവേ ഞാൻ ലാസ്റ്റ് ഓടിക്കതച്ച് വന്നാൽ എനിക്ക് ആദ്യം പോയി ടിക്കറ്റ് കിട്ടുമോ? പറ്റില്ല. ഞാൻ എല്ലാവരും ആ ക്യൂവിൽ നിൽക്കണ എല്ലാവരും കഴിഞ്ഞിട്ടാണ് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് എ ക്യൂ, റൈറ്റ്? അപ്പോൾ അവിടെ ഒരു ഫസ്റ്റ് വന്ന ആൾക്കാണ് ഫസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി ഇംപ്ലിമെൻറ്റഡ് യൂസിങ് എ ക്യൂ ഡാറ്റ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് അതായത് ഫസ്റ്റ് വരുന്ന ആളെയാണ് ഫസ്റ്റ് പുറത്താക്കേണ്ടത് എന്നുള്ളതാണ് ആ ആപ്ലിക്കേഷൻ്റെ ആവശ്യം. അതായത് ആ റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ്റെ ആവശ്യം. അപ്പം ഓരോ ആപ്ലിക്കേഷനും അനുസരിച്ച് നമുക്ക് ഇന്ന ഡാറ്റ സ്ട്രക്ചർ വേണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ അധികം ബോധേഡ് ആവേണ്ട. നമുക്ക് അടുത്ത സെമ്മിലാണ് ഡാറ്റ സ്ട്രക്ചറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇപ്പം എറേ അതുപോലെ ഒരു ഡാറ്റ സ്ട്രക്ചറാണ് വിച്ച് യു ക്യാൻ വിഷ്വലൈസ് as follows. Like you can see, ഒരു വലിയ കണ്ടിന്യൂസ് മെമ്മറി, ഒരു മെമ്മറി ലൊക്കേഷനാണ് കമ്പ്യൂട്ടറിൻ്റെ. അതിങ്ങനെ ബ്ലോക്സ് ആക്കിയിട്ട് ഒരു ചങ്ക്സ് ഓഫ് മെമ്മറി അങ്ങനെ കട്ട് ചെയ്ത് ഓരോ ബ്ലോക്സ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇമാജിൻ ആൻ എറേ ആസ് എ ലാർജ് ചങ്ക് ഓഫ് മെമ്മറി ഡിവൈഡഡ് ഇൻ ടു സ്മോളർ ബ്ലോക്ക് ഓഫ് മെമ്മറി ആൻഡ് ഈച്ച് ബ്ലോക്ക് ഇസ് കേപ്പബിൾ ഓഫ് സ്റ്റോറിങ് എ ഡാറ്റ വാല്യൂ ഓഫ് സം ടൈപ്പ്. ഇതിൽ ഒരു ബ്ലോക്കിൽ ഒരു ഡാറ്റ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓരോന്നിലും നമുക്ക് ഒരേ ടൈപ്പ് ഓഫ് ഡാറ്റ വാല്യൂ ആയിരിക്കണം നമ്മൾ അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ. ഇറ്റ്സ് ആൻ അറേ ഈസ് എ ഡാറ്റ സ്ട്രക്ചർ. ഇതാണ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഫോർമാറ്റ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഡാറ്റ വാല്യൂസ്. അപ്പോൾ എങ്ങനത്തെ വാല്യൂസ് ആണ്? എൻ എറേ കണ്ടെയ്ൻസ് നമ്പർ ഓഫ് ഡാറ്റ വാല്യൂസ്. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വാല്യൂസ്? എറേക്ക് 10 വാല്യൂ ഉണ്ടെങ്കിൽ ഈ 10 വാല്യൂസ് ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും 10 ഇൻറ്റിജേഴ്സിനെ ഇങ്ങനെ അറേയിൽ കൊടുക്കാൻ പറ്റും, ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. ദേ ഷുഡ് ബി ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. 5 കഴിഞ്ഞിട്ട് 6 കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട് 13. നമുക്ക് വേണ്ട ഇൻറ്റിജേഴ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇവിടെ 10 എലമെൻറ്റ്സ് ഉള്ളത്. ഈ അറേയിൽ എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ട്? ഈ അറേയിൽ ആകെ 5 ഇൻറ്റിജേഴ്സേ ഉള്ളൂ. 5 ആ അറേയുടെ സൈസ്. ഓക്കെ, ഇനി നെക്സ്റ്റ്. അപ്പോൾ ഇതാണ് ഇറ്റ്സ് എൻ containing a number of data values and all of which are of same type. Stress on that point. Arrayയുടെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട ഇറ്റ്സ് എ ഡാറ്റ സ്ട്രക്ചർ containing a number of values all of which are of same type. Now we'll deal with all of which are of a same type. ആ ഡെഫിനിഷനെ നമ്മൾ പാർട്ടാക്കിയിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡാറ്റ ടൈപ്പ് ഓഫ് അറേ എലമെൻറ്റ്സ് ഇങ്ങനെയാണ് നോക്കുക. ഇവിടെ ഉള്ളതൊക്കെയും ഇൻറ്റിജേഴ്സ് ആണ്. ദാറ്റ് ഈസ് ഓക്കെ. ഇങ്ങനെ നമുക്ക് ഒരു അറേ ഉണ്ടാവാം. ഇവിടെ ഉള്ളതൊക്കെ നോക്കൂ, സിംഗിൾ കോഡ്സിൽ ക്യാരക്ടേഴ്സ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്നാണ് പറയുക. എല്ലാം ഒരേ ടൈപ്പാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ഓൾ ഓഫ് സെയിം ടൈപ്പ്. ആൻ അറേ ഷുഡ് ഹോൾഡ് വാല്യൂസ് ഓഫ് സെയിം ടൈപ്പ്. നൗ സി തേർഡ് വണ്ണിൽ നോക്കൂ, എ ബി, പിന്നെ ഒരു ഇൻറ്റിജർ കൊടുത്തു, പിന്നെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ കൊടുത്തു വിത്ത് ഡെസിമൽ പോയിന്റ്, പിന്നെ ഒരു ക്യാരക്ടർ, പിന്നെ ഇൻറ്റിജർ. ദിസ് കൺസിസ്റ്റ് ഓഫ് മിക്സ്ഡ് ടൈപ്പ് ഓഫ് വാല്യൂസ് വിച്ച് ഇസ് നോട്ട് പെർമിസിബിൾ. ഇറ്റ് ഇസ് നോട്ട് എൻ അറേ. സോ യു കനോട്ട് കോൾ ഇറ്റ് ആസ് എൻ അറേ. അതുകൊണ്ടാണ് അവിടെ റോങ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, now we are going to deal with first topic, one dimensional array. One dimensional array is 2 dimensional arrays ആണ് നമുക്ക് പഠിക്കാനുള്ളത്.
1 dimensional and 2 dimensional. There are multi-dimensional arrays also. അപ്പോൾ എന്താണ് 1 dimensional array? നമ്മുടെ സിലബസിലുള്ള മാത്രം നമുക്കിപ്പോൾ സ്ട്രെസ് ചെയ്തുകൊണ്ട് പോവാം. The simplest form of array one can imagine is a 1 dimensional array. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു array എന്ന് പറയുന്നത് ഈ 1 dimensional array ആണ്. You can see 1 dimensional array എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a single row. You can consider it as a single row. ഇത് ഫസ്റ്റ് വാല്യൂ, ഇത് സെക്കൻഡ് വാല്യൂ, ഇത് തേർഡ് വാല്യൂ. അപ്പോൾ നമുക്ക് ഒരുപാട് വാല്യൂസിനെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് അറേ. അത് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ വളരെ ആവശ്യമുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. ഓക്കെ, now see the next point is how we can declare and define. പ്രോഗ്രാമിൽ നമുക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുവരാം, ഒരു അറേ എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ഇൻറ്റ് ഐ എന്ന് കൊടുത്താൽ സെമിക്കോളൻ ഇട്ടാൽ അതിൻ്റെ മീനിങ് ഐ എന്നതൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ് എന്ന് കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ഐ ഇസ് ഡിക്ലെയർഡ് ആസ് എൻ ഇൻറ്റിജർ വേരിയബിൾ ആൻഡ് ഐക്ക് കമ്പ്യൂട്ടർ അതിൻ്റെ മെമ്മറിയിൽ ഒരു ഇൻറ്റിജറിന് ഹോൾഡ് ചെയ്യാൻ എത്ര സൈസ് വേണം. അപ്പോൾ നോർമലി ഇൻറ്റിജറിൻ്റെ സൈസും ഏത് ഡാറ്റ ടൈപ്പിൻ്റെ സൈസും പ്രോസസ്സറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോ മെഷീനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോർമലി സൈസ് കൺസിഡർ ചെയ്യുന്നത് ഇൻറ്റിജറിന് 4 ബൈറ്റ്സ് എന്നും ക്യാരക്ടറിന് 1 ബൈറ്റ് എന്നും ഡബിളിന് 4 ബൈറ്റ്സ് എന്നും ഫ്ലോട്ടിന് 4 ബൈറ്റ്സ് എന്നും പിന്നെ ചില 32 ബിറ്റ് പ്രോസസ്സറിലൊക്കെ ആണെങ്കിൽ ഇൻറ്റിജറിന് 2 ബൈറ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോസസ്സർ. വി കനോട്ട് ഫിക്സ് ദാറ്റ് ദിസ് ഇസ് എ മെമ്മറി സൈസ് നീഡഡ് ഫോർ ഇൻറ്റിജർ എന്ന് പറയാൻ പറ്റില്ല. കോമൺലി നമ്മൾ പറയുക ഇൻറ്റിജറിന് 4 ബൈറ്റ് ക്യാരക്ടറിന് 1 ബൈറ്റ് ഒക്കെയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് ഒരു ഇൻറ്റ് സ്പേസ് ഐ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഐ എന്ന് പറഞ്ഞ വേരിയബിളിന് അവിടെ ഒരു മെമ്മറി സ്പേസ് അലോക്കേറ്റഡ് ആണ്. 4 ബൈറ്റുള്ളൊരു മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഹൗ യു ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ എ സിംഗിൾ വേരിയബിൾ. നൗ ഹൗ ക്യാൻ യു ഡിക്ലെയർ ആൻഡ് ഡിഫൈൻ എ 1 dimensional array? ദാറ്റ് ഈസ് എ നെക്സ്റ്റ് പോയിന്റ്. ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ ഓഫ് 1 dimensional array എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതിൻ്റെ സിൻടാക്സ് നോക്കുക. നമ്മൾ പ്രോഗ്രാമിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമുക്ക് നോക്കാൻ പോണേ. സി, ഡാറ്റ ടൈപ്പ് ആദ്യം സ്പെസിഫൈ ചെയ്യണം. അറേ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ഒരു വേരിയബിളിന് എന്തൊക്കെ നെയിമിംഗ് കൺവെൻഷൻസ് ഉണ്ട്. നമ്മൾ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഓൺലി alphabets, uppercase or lowercase and underscore. It should not start with a digit. It should not be a keyword. അങ്ങനെ ഒരു 5-6 റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ അറേ നെയിം ചെയ്യുമ്പോഴും നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. It should be square bracket. Then you can give the number of elements which you are going to store. അതൊരു ഇൻറ്റിജർ ആയിരിക്കണം. ആൻഡ് സെമിക്കോളൻ. ദിസ് ഈസ് ഹൗ യു ഡിക്ലെയർ ആൻ അറേ ഇൻ എ പ്രോഗ്രാം. അപ്പം ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന ബേസിക് ഡാറ്റ ടൈപ്സ് ഇൻറ്റ്, ക്യാര്, ഫ്ലോട്ട്, ഡബിൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ഗിവ് എൻ അറേ ഓഫ് ഇൻറ്റിജേഴ്സ് ലൈക്ക് ദിസ് ഇൻ പ്രോഗ്രാം. നമ്മളിപ്പോൾ എങ്ങനെയാണ് INT ഇൻറ്റ് സ്പേസ് അറേയുടെ പേര് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റിൽ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ അറേ വിച്ച് ക്യാൻ ഹോൾഡ് 5 വാല്യൂസ് ഓഫ് ഇൻറ്റിജർ ടൈപ്പ്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ആൻഡ് സെമിക്കോളൻ ഇട്ടു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക ഏതൊരു പ്രോഗ്രാമിലും അറേ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ അറേ യൂസ് ചെയ്ത പ്രോഗ്രാംസ് ആണ് ചെയ്യുക. അപ്പോൾ ഒരു ഇൻറ്റിജർ അറേനെ നമ്മൾ ഇങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക. ഇനി ഇത് മെമ്മറിയിൽ എങ്ങനെയാണ് അറേ എന്നുള്ളൊരു പേരിൽ ഒരു 5 ARR എന്നുള്ള പേരിൽ ഒരു 5 മെമ്മറി സ്പേസ് നമുക്ക് റിസർവ് ചെയ്ത് വെക്കും. നമ്മൾ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ കൊടുക്കുമ്പം കമ്പ്യൂട്ടർ നമുക്ക് ഇങ്ങനെ ഒരു 5 സ്പേസ് റിസർവ് ചെയ്ത് വെക്കും. കമ്പൈലർ വിൽ അലോക്കേറ്റ് എ കണ്ടിന്യൂസ് ബ്ലോക്ക് ഓഫ് മെമ്മറി ഓഫ് സൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം I have used a operator size of. കഴിഞ്ഞ മൊഡ്യൂളിൽ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞു ഒരു ഓപ്പറേറ്റർ ഉണ്ട്, വെരി സിമ്പിൾ ഓപ്പറേറ്റർ സൈസ് ഓഫ്. സൈസ് ഓഫ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാനുള്ള ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് നമുക്ക് തരും. അപ്പോൾ സൈസ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചാണ് എഴുതുക. സൈസ് ഓഫ് ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി 4 ബൈറ്റ്സ് ആണ് ഒരു ഇൻറ്റിജറിന് ആവശ്യം, നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 5 × 4 20 ബൈറ്റ്സ് ഓഫ് മെമ്മറി ഇവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും കമ്പൈലർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ. ഇപ്പോൾ ഇവിടെ അറേയുടെ സൈസ് 10 ആണെങ്കിൽ എന്താ സംഭവിക്കുക? 10 × 4, that is 10 into size of integer. If it is a ക്യാരക്ടറിന് പൊതുവെ 1 ബൈറ്റാണ് ആവശ്യം. അപ്പോൾ എന്താ സൈസ് ഓഫ് നമ്മൾ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് CHAR എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 ബൈറ്റ്. അപ്പം 5 × 1 ഓൺലി 5 ബൈറ്റ്സ് ഓഫ് മെമ്മറി വിൽ ബി റിസർവ്ഡ് ഫോർ 5 ക്യാരക്ടേഴ്സ്. ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ സൈസ് ഓഫ് ഓപ്പറേറ്റർ ഇസ് ഡൂയിങ് നത്തിങ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഗിവിങ് യു ദ വാല്യൂ ഓഫ് ദ സൈസ് or the memory size needed for a variable. അതാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ നമുക്ക് തരുന്നത്. അപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞ പ്രീവിയസ് സ്ലൈഡ്സിൽ നിങ്ങൾക്ക് മൊഡ്യൂൾ 2ൻ്റെ സ്ലൈഡ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഓപ്പറേറ്ററിനെ പറ്റി പറയാനുള്ളൂ.
അത് പൊതുവേ ഇൻറ്റിജർ ആണ്. നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ ആണ്. സൈസ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആണല്ലോ നമുക്ക് തരിക. അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറിയിൽ അതിൻ്റെ ലൊക്കേഷൻ ഉണ്ടാവുക വൺസ് യു ഡിക്ലെയർ. ഇനി can we specify the length of the array as 5.6 or can it be of other type than integer? Never. It cannot be any floating point value. നമ്മൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഇവിടെ നമ്മൾ ഇൻറ്റിജർ തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. it cannot be any other data type other than integer. Okay. ഇനി length of an array can be specified by any positive integer constant expression. അപ്പോൾ നമുക്ക് പൊതുവേ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഏതൊക്കെ പറ്റും പറ്റില്ല നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഞാൻ കാട്ടി തന്നാണ്. വി ആർ ഗോയിങ് ടു ഫോളോ ദിസ് ഫോർമാറ്റ് ഓൺലി. ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ഫോളോഡ് ബൈ ദ അറേ നെയിം. അറേ നെയിം എന്ത് വേണമെങ്കിലും ആവാം. എനി വാലിഡ് യൂസർ ഡിഫൈൻഡ് ഐഡൻറ്റിഫയർ ഫോളോയിങ് ദ റൂൾസ് ഓഫ് ദാറ്റ് 5 ആ ഒരു 5-6 റൂൾസ് ഇല്ലേ, ആ റൂൾസ് എല്ലാം പാലിക്കുന്ന ഒരു വേരിയബിൾ നെയിം ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ ARR എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ക്യാരക്ടേഴ്സ്, ആൽഫബറ്റ്സ്. ഇനി സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എത്ര എലമെൻറ്റ്സിനാണ് അറേ സ്റ്റോർ ചെയ്യാൻ പോണത്, പിന്നെ ഒരു സെമി കോളൻ. ഇനി ദിസ് ഈസ് ഓൾസോ പെർമിറ്റഡ്. 5+5 നമുക്ക് തരാൻ പോണത് 10 ആണ്. സോ ഇറ്റ്സ് ആൻ ഇൻറ്റിജർ. ഇനി 5 × 3 നമുക്ക് തരാൻ പോണത് 15 ആണ്. ഇറ്റ്സ് ആൻ ഇൻറ്റിജർ. ഇറ്റ്സ് ഓക്കെ. സോ ദിസ് ഈസ് ഓൾസോ ഓക്കെ. എറേ ഓഫ് -5 എന്ന് കൊടുക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ. നൗ നെക്സ്റ്റ് പോയിന്റ് ഇസ്, ഇവിടെ നോക്കൂ, ARR ഓഫ് A is equal to 21/3. 21/3 is definitely 7. So ARR of 7, it is also permitted. ഇതാണ് പെർമിറ്റ് ചെയ്യാത്തത്. പിന്നെ അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല സൈസിൽ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി നമുക്ക് എങ്ങനെ ഒരു അറേയുടെ എലമെൻസിനെ ആക്സസ് ചെയ്യാമെന്ന് നോക്കാം. ആക്സസിങ് എലമെൻറ്റ്സ് ഫ്രം എ 1-dimensional array. We are dealing with 1-dimensional array right now. 1-dimensional array എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ റോ പോലെയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ. ടു ആക്സസ് an array element, what we write is, we write the name of an array followed by square bracketൽ index. So what is this index? Index എന്താണെന്ന് നമുക്കറിയണം. നമ്മൾ പൊതുവേ ഒരു array ഡിഫൈൻ ചെയ്യുമ്പം, ഒരു array ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കൊടുക്കുമ്പം മെമ്മറിയിൽ നമ്മൾ അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വെയിറ്റ് ഇവിടെ പോയി, ഇൻറ്റ് ARR ഓഫ് 5 എന്ന് കൊടുക്കുമ്പോൾ മെമ്മറിയിൽ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ചങ്ക്സ് ഓഫ് 5 × 4 20 ബൈറ്റ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് മെമ്മറിയിൽ. ഇതിൽ ഓരോ ബൈറ്റിനെയും ഓരോ ഇൻറ്റിജറിനെയും നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യാൻ പോകണമെന്നാണ് ഇപ്പോൾ ഈ പറയണത്. അപ്പം പൊതുവേ എറേ ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നും എത്രയാണോ അറേയുടെ ലെങ്ത്ത് അതിൽ നിന്ന് -1 വരെയാണ് പോവുക. അപ്പം ഇവിടെ 5 മെമ്മറി സ്പേസസ് വേണമെങ്കിൽ 0, 1, 2, 3, 4 വരെ, അതായത് ലെങ്ത്ത് -1 ആയിരിക്കണം നമ്മുടെ ഇൻഡെക്സ്. ഇവിടെ ശ്രദ്ധിക്കാം, 0 മുതൽ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻറ്റിജർ 1, പിന്നെ സെക്കൻഡ് 2, 3, 4. അപ്പോൾ നമുക്ക് ടോട്ടലി 5 സ്പേസസ് ആയില്ലേ. 0 to 4 എന്ന് പറയുന്നത് 5 നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു എറേനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു എറേയിലെ എലമെൻറ്റിനെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആക്സസിങ് ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് എൻ എറേ. ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് 10 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ 10 എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് എങ്ങനെയാണ് കിട്ടുക? ARR ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ 10നെ ആക്സസ് ചെയ്യാം. ഐ ഗെറ്റ് ദാറ്റ് 10. ദാറ്റ് ഈസ് വാട്ട് ഇസ് മെൻഷൻഡ് ഹിയർ. ഇനി എനിക്ക് സെക്കൻഡ് എലമെൻറ്റിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ARR ഓഫ് 2 അല്ല കൊടുക്കുക, ARR ഓഫ് 1 ആണ്. കാരണം നോർമലി എറേ ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് എൻഡ്സ് അറ്റ് n-1. ഇങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. നമുക്ക് മാറ്റാനൊക്കെ പറ്റും, പക്ഷെ അത് നിങ്ങളിപ്പം ഇങ്ങനെ തന്നെ മനസ്സിലാലോചിക്കുക. നമ്മൾ പൊതുവേ ഫോളോ ചെയ്യുന്നത് എറേ ഇൻഡെക്സ് ഇസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഫ്രം 0 ആൻഡ് ലെങ്ത് -1 വരെയാണ് പൊതുവേ എറേ ഇൻഡെക്സ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ലാസ്റ്റ് എലമെൻറ്റിൽ ഈ ഒരു എറേയിലെ ഏറ്റവും ലാസ്റ്റ് ഇവിടെ ഒരു 20 എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കുക മെമ്മറിയിൽ. അതിനെ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യും? ARR ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 4 എന്ന് കൊടുക്കുക. ഓക്കെ.